ആര് എവിടെ എന്ത് ചെയ്താലും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കുക എന്ന ട്രംപിന്റെ നിലപാടിന് വലിയ പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ താനാണ് തീരുമാനമുണ്ടാക്കിയതെന്നും അതിന് തനിക്ക് നോബൽ പ്രൈസ് തരണമെന്നും പറഞ്ഞ് ട്രംപ് രംഗത്ത് വന്നത്. യുദ്ധം കഴിഞ്ഞ അന്നു മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനയെ തുടക്കം മുതൽ തന്നെ ഇന്ത്യ നഖശിഖാന്തം എതിർത്തിരുന്നുവെങ്കിലും ട്രംപ് അതൊരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ട്രംപ് പറഞ്ഞതെല്ലാം വെറും തള്ളാണെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ വെടിനിർത്തലിനായി ഇന്ത്യയോട് അപേക്ഷിച്ചത് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നതോടെയാണെന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇസ്ഹാഖ് ദർ പറയുന്നത്. പാകിസ്ഥാനിലെ 2 സുപ്രധാന വ്യോമ താവളങ്ങൾക്കു നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെ വെടിനിർത്തലിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കാൻ തങ്ങൾ നിർബന്ധിതർ ആവുകയായിരുന്നുവെന്ന് ദർ ഒരു ചാനൽ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യൻ തിരിച്ചടിയിൽ നടുങ്ങിയ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈന്യവും നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. ഈ വാദമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ റാവൽപിണ്ടിയിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും 2 വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ മധ്യസ്ഥതയ്ക്കായി സഹായം തേടി US-നെയും സൗദി അറേബ്യയെയും സമീപിച്ചു എന്നും ദർ തുറന്നു പറയുന്നുണ്ട്. റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളവും പഞ്ചാബ് പ്രവിശ്യയിലെ PAF ബേസ് റഫീപി എന്നറിയപ്പെടുന്ന ഷോർക്കോട്ട് വ്യോമതാവളവും ഇന്ത്യ ആക്രമിച്ചുവെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പുലർച്ചെ 2:30 ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. നൂർഖാൻ വ്യോമതാവളവും ഷോർക്കോട്ട് വ്യോമതാവളവും അവർ ആക്രമിച്ചു. 45 മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ എന്നെ വിളിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള സംഭാഷണത്തെക്കുറിച്ച് അറിഞ്ഞുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി സംസാരിച്ച് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. S ജയശങ്കറുമായി സംസാരിച്ച് ഇക്കാര്യം അറിയിച്ചുവെന്ന് പറഞ്ഞു, ദർ വ്യക്തമാക്കുന്നു. പാക് ഉപപ്രധാനമന്ത്രിക്ക് വേണ്ടിയായിരുന്നു സൗദി രാജകുമാരൻ വിളിച്ചത്. പാകിസ്ഥാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തരുതെന്നും നിലവിലെ ആക്രമണം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തലിന് തയ്യാറാകാമെന്നും സൗദി രാജകുമാരൻ മുഖേന ദർ അറിയിക്കുകയുണ്ടായി. സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ സൽമാൻ നേരിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ ബന്ധപ്പെട്ട് ആക്രമണം നിർത്താനുള്ള പാകിസ്ഥാന്റെ സന്നദ്ധത അറിയിക്കാൻ കഴിയുമോ എന്ന് വ്യക്തിപരമായി അന്വേഷിച്ചുവെന്നും വെടിനിർത്തൽ നയതന്ത്രത്തിന്റെ അണിയറയിൽ സൗദിയും പങ്കാളിയായെന്നും ദർ പറയുന്നുണ്ട്. പാകിസ്ഥാനാണ് വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിച്ചതെന്ന വസ്തുത അംഗീകരിക്കാൻ നേരത്തെ പാക് പ്രധാനമന്ത്രിയും സൈനിക നേതാക്കളും തയ്യാറായിരുന്നില്ല. പാകിസ്ഥാൻ ഇന്ത്യക്ക് കനത്ത നാശമുണ്ടാക്കിയെന്നായിരുന്നു അവരുടെ അവകാശവാദം പോലും. എന്നാൽ ഇത് തെറ്റാണെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങളും ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ട് ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു. പാകിസ്ഥാനോട് ആക്രമണത്തിന്റെ തെളിവ് ചോദിച്ചപ്പോൾ അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടെന്ന ഒഴുക്കൻ മറുപടിയാണ് വിദേശകാര്യമന്ത്രി വരെ നൽകിയത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം തുറന്ന് സമ്മതിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഇതോടുകൂടി ട്രംപിന്റെ അവസ്ഥയാണ് കഷ്ടം. യുദ്ധം നടത്തിയ 2 രാജ്യങ്ങളും തള്ളിപ്പറഞ്ഞതോടുകൂടി ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്നും പറഞ്ഞ് മൂന്നതായിരിക്കും ട്രംപിന് നല്ലത്.